ആകാശത്ത് ശത്രുവിനെ കാണാതെ തന്നെ ശത്രുവിന്റെ പ്രധാന വിമാനങ്ങളെ തകർക്കാനാകുമോ? ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് നിർണായക സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന പുതിയ തലമുറ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചൈന വികസിപ്പിക്കുന്നതായി റിപ്പോർട്ട്. വ്യോമ ടാങ്കറുകൾ, എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, കമാൻഡ് വിമാനങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ ഭാവിയിലെ ചൈന അമേരിക്ക സംഘർഷത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷയത്തിൽ നേരിട്ടറിവുള്ള വ്യക്തിയെ ഉദ്ധരിച്ച് ബ്ലൂബർഗാണ് നിർണായകമായ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പ്രകാരം ചൈന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ എയർ ടു എയർ ആക്രമണ ശേഷിയുമായി സംയോജിപ്പിക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർ ടു എയർ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ആയുധങ്ങൾ വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ശത്രുവിന്റെ മുൻനിര യുദ്ധവിമാനങ്ങളെക്കാൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിർണായക പിന്തുണ വിമാനങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടാൻ കഴിയുക. വ്യോമ ടാങ്കറുകളും എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളും ആധുനിക വ്യോമയുദ്ധത്തിൽ നിർണായകമാണ്. യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂരം പ്രവർത്തിക്കാൻ ഇന്ധനം നൽകുന്നതും ശത്രുവിന്റെ നീക്കങ്ങൾ കണ്ടെത്തി മറ്റു വിമാനങ്ങൾക്ക് വിവരം കൈമാറുന്നതും ഇത്തരം പ്ലാറ്റ്ഫോമുകളാണ്. അതിനാൽ അവയെ യുദ്ധഭൂമിയിൽ നിന്ന് വളരെ അകലെ ഇരുന്നുകൊണ്ട് തന്നെ ആക്രമിക്കാൻ കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വ്യോമ പ്രവർത്തന ശൃംഖലയെയും ബാധിക്കാൻ കഴിയും. ഇതാണ് ചൈനയുടെ പുതിയ ഹൈപ്പർസോണിക് ശേഷിയെ അമേരിക്കൻ സൈനിക ആസൂത്രകർ ഗൗരവത്തോടെ കാണാനുള്ള പ്രധാന കാരണം. ചൈനയുടെ DF-17 സംവിധാനവുമായി ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന് ഏകദേശം 1500 മൈൽ, അതായത് 2400 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അതേസമയം DF-27 പോലുള്ള കൂടുതൽ ദീർഘദൂര സംവിധാനങ്ങൾക്ക് ഏകദേശം 5000 മൈൽ വരെ പരിധി ഉണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്രയും ദൂരപരിധി അമേരിക്കയുടെ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും സൈനിക പിന്തുണ സംവിധാനങ്ങളെയും ചൈനീസ് മിസൈൽ ശേഷിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൂരപരിധി മാത്രമല്ല ഇവിടെ പ്രധാന വിഷയം. ഒരു ചലിക്കുന്ന വിമാനത്തെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലിൽ നിന്നും കൃത്യമായി ആക്രമിക്കുക എന്നത് അതീവ നിർണായകമായ സാങ്കേതിക വെല്ലുവിളിയാണ്. ലക്ഷ്യം എവിടെയാണെന്ന് കണ്ടെത്തുക മാത്രമല്ല, അത് എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഏത് ദിശയിലാണ് നീങ്ങുന്നത് തുടങ്ങിയ വിവരങ്ങളും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കമാൻഡ് സംവിധാനങ്ങളിലൂടെ മിസൈലിലേക്ക് എത്തിക്കുന്ന ഈ മുഴുവൻ പ്രക്രിയയാണ് സൈനിക ഭാഷയിൽ കിൽ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഘട്ടം പരാജയപ്പെട്ടാൽ ആക്രമണം ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ സഞ്ചാര പാതയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെ ഒരു സ്ഥിരതയുള്ള പാത പിന്തുടരാതെ അന്തരീക്ഷത്തിലെ മുകളിലെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ദിശയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് നേടുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയുടെ സഞ്ചാരപാത മുൻകൂട്ടി കണക്കാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകാം. അതേസമയം ചൈനയുടെ മിസൈൽ ശേഖരവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്റഗൺ കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നത് ചൈനയ്ക്ക് 2024 3150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 300ഓളം കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരുന്നുവെന്നാണ്. കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടെ ചൈന നടത്തിയ മിസൈൽ ആധുനികവൽക്കരണത്തിന്റെ വ്യാപ്തി ഇതിലൂടെ തന്നെ വ്യക്തമാണ്. എതിരാളിയുടെ സൈനിക സംവിധാനത്തിലെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം ആക്രമിക്കുന്നതിലുപരി അതിന്റെ മുഴുവൻ പ്രവർത്തന ശൃംഖലയെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ചൈനയുടെ സമീപനമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ ചൈനയ്ക്ക് മാത്രമല്ല ദീർഘദൂര വ്യോമാക്രമണ ശേഷി വികസിപ്പിക്കാനുള്ള ശ്രമം. അമേരിക്കയും സമാനമായി ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ട്. SM-6 സാങ്കേതിക വിദ്യയിൽ നിന്ന് വികസിപ്പിച്ച AIM-174B പോലുള്ള സംവിധാനങ്ങൾ ദീർഘദൂര ലക്ഷ്യങ്ങളെ നേരിടുന്നതിനായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടാതെ AIM-260 പോലുള്ള പുതിയ തലമുറ മിസൈലുകളും അമേരിക്ക വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ഉപയോഗിക്കുന്ന മെറ്റിയോർ പോലുള്ള ദീർഘദൂര മിസൈലുകളും ഈ പുതിയ ആയുധ മത്സരത്തിന്റെ ഭാഗമാണ്. എങ്കിലും ഇത്തരം ആയുധങ്ങളുടെ വ്യാപനം മറ്റൊരു വലിയ അപകട സാധ്യതയും ഉയർത്തുന്നു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ചില സാഹചര്യങ്ങളിൽ ആണവ ആക്രമണമായി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും പോലുള്ള ആണവ ശക്തികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തൽ അതിവേഗം വലിയ സൈനിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ചൈനയുടെ ഹൈപ്പർസോണിക് ആയുധ വികസനം വെറും മറ്റൊരു മിസൈൽ പദ്ധതിയായി കാണാനാകില്ല. പസഫിക് മേഖലയിലെ ഭാവി യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ദൂരം, കൂടുതൽ വേഗം, കൂടുതൽ കൃത്യത എന്നിവ കൈവരിക്കുന്നതെന്നെ നിർണ്ണയിക്കുന്ന പുതിയ ആയുധ മത്സരത്തിന്റെ ഭാഗം കൂടിയാണ്. അമേരിക്കയുടെ മുന്നണി സൈനിക സംവിധാനങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ടാങ്കറുകളും നിരീക്ഷണ വിമാനങ്ങളും കമാൻഡ് സംവിധാനങ്ങളും ലക്ഷ്യമിടാനുള്ള കഴിവാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഭീഷണി. ചൈനയും അമേരിക്കയും ഒരേ സമയം ദീർഘദൂര മിസൈൽ ശേഷി വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത തലമുറ വ്യോമയുദ്ധം ആകാശത്ത് മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകലിൽ നിന്നുള്ള കൃത്യമായ ആക്രമണത്തിലൂടെയായിരിക്കും നിർണ്ണയിക്കപ്പെടുക.